Hello friends, welcome back to Anci's world. ഞാനിന്നൊരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്സ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നായിട്ടൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ ആൻസീസ് വേൾഡ് മോണിറ്റൈസ് ആയിട്ടുണ്ട്. അതിന് നിങ്ങളോട് ഓരോരുത്തരോട് ഞാൻ താങ്ക്സ് പറയാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആവാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനിന്നിവിടെ ചിക്കൻ വെച്ചിട്ടും അതുപോലെ തന്നെ പനീർ വെച്ചിട്ടുള്ള 2 ബോൾസാണ് കാണിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഷവർമയുടെ അതേ ടേസ്റ്റിലാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ചിക്കൻ ബോൾസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 8-10 പീസ് ഉണ്ടാവും, അത്ര മതിയാവും. നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പാപ്രിക്ക പൗഡറും 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും ആഡ് ചെയ്യാം. പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് ഗരം മസാല ആഡ് ചെയ്യാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് എരിവിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് കുറച്ച് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഓരോരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഷവർമയുടെ അതേ ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സിന് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേ മെത്തേഡ് തന്നെയാണ് പനീർ വെച്ചിട്ടും ചെയ്യേണ്ടത്. ചിക്കന് പകരം പനീറാണെന്ന് മാത്രമേ ഉള്ളൂ. ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ആണ്. ഇതേ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തിട്ടാണ് പനീർ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. രണ്ടും കൂടെ സെപ്പറേറ്റ് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ചിക്കൻ മാത്രമായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിയായി എടുക്കുക. പനീറാണെങ്കിൽ പനീറും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി ചിക്കൻ ബോൾസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയോനൈസ് ആഡ് ചെയ്യാം. പിന്നെ ഒരു പിടി സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാം. പിന്നെ ഈ ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഹോം മെയ്ഡ് മയോനൈസ് ആണ്. അത് അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിൽ ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ക്യാപ്സിക്കം ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ഞാൻ പനീറിൻ്റെ മിക്സിങ്ങിലാണ് ക്യാപ്സിക്കം അതുപോലെ തന്നെ ക്യാരറ്റും ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഈ ഒരു ബ്രൗൺ പോർഷനൊക്കെ കട്ട് ചെയ്തിട്ട് വൈറ്റ് പോർഷൻ മാത്രം ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ബ്രെഡ് എക്സാക്റ്റ് എത്ര എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പം മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ബോളാക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ എത്തുന്ന വരെ ബ്രെഡ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിൽ ഈ ഒരു തിക്നെസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബോളാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇങ്ങനെ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഊറ്റിയെടുക്കാം. ഇതേ മെത്തേഡ് തന്നെയാണ് പനീറും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാ ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 ബ്രെഡ് വെച്ചിട്ട് നമുക്കൊരു 16 ബോൾസ് ഇതുപോലെ കിട്ടും കേട്ടോ. അടുത്തായിട്ട് പനീർ ബോൾസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കനും ചെയ്ത സെയിം ഇൻഗ്രീഡിയൻസ് ആണ്. മയോനൈസും അതുപോലെ തന്നെ സവോളയുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഞാനിതിൽ ക്യാപ്സിക്കും അതുപോലെ തന്നെ ക്യാരറ്റും ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ 2 ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് രണ്ടിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടാവുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കോട്ട് ചെയ്യണം. അതായത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്യണം. ഈ 2 ബോൾസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യാം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ ബ്രെഡിൻ്റെ, അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ട് ക്രംസ് എടുത്തിട്ടുള്ളതാണിത്. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി.
കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്നതാണ്. ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ രണ്ടും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് പനീർ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ ബോൾസാണ്. ഇതും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. നമുക്ക് ആകെയുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ ആ ചിക്കൻ, പനീറാണെങ്കിൽ പനീർ അതൊന്ന് ഫ്രൈ ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്നാക്സാണ്. അതുകൊണ്ട് തന്നെ ആരും ട്രൈ ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരായിട്ടൊന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.